കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ മുതിർന്ന നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടിയിൽ ഇപ്പോൾ ശശി തരൂർ എംപി പ്രതികരിക്കുകയാണ്. ये जो हुआ इसका कोई कारण नहीं है। कोई हिंसा नहीं कर रहे थे, कोई किसी को आक्रमण नहीं कर रहे थे। हमारी सरकार हमारी पुलिस ये क्यों कर रहा है किसी को पता नहीं। अब कल की स्ट्रैटेजी क्या होगी देखना पड़ेगा। लेकिन सरकार ये कह रही है आप लोग अपनी बात से पलट रहे हैं। पहले कहा संसद को बयान कराइए, अब कह रहे हैं इस्तीफा दीजिए। देखिए इस्तीफा के बारे में तो विद्यार्थियों कभी से मांग रहे हैं और छात्रों की गूंज छात्रों की आवाज हम तो उठा रहे थे वैसे भी, लेकिन पार्लियामेंट में ऐसा बोल जाए प्लीज। രാജ്യവ്യാപകമായ പ്രതിഷേധം ഇതാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് കടന്നത്. ഇത്രയും നേരം കസ്റ്റഡിയിലെത്താൻ ആരെയും വിട്ടയച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ നേതാക്കളെല്ലാം പുറത്തേക്ക് വരികയാണ്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വിട്ടയച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങളാണ്. തൗഫീഖ് അസ്ലമുണ്ട്. തൗഫീഖ്, കസ്റ്റഡിയിലെടുത്ത പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വിട്ടയച്ചോ പോലീസ്? ദിവ്യ, മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷനിലാണ് ഞാനുള്ളത്. പ്രിയങ്ക ഗാന്ധിയെ വിട്ടയച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ വാഹനമാണ് മുന്നോട്ട് വരുന്നത്. നേരത്തെ ശശി തരൂരും സോണിയാഗാന്ധിയും ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധിയെ കാണാനായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. അതിനുശേഷമാണ് പ്രിയങ്കയെ വിട്ടയച്ചത്. രാഹുൽ ഗാന്ധിയെയും ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ പോലീസ് വിട്ടയക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയെ വിട്ടയച്ചു. തൊട്ടു പിന്നാലെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കൂടി പോലീസ് വിട്ടയച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ കിങ്സ്വേ പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ആളുകൾ കൂടിയുണ്ട്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയാണുള്ളത്. ഇനി അവരെ കൂടിയാണ് ഇനിയിപ്പോൾ വിട്ടയക്കാനുള്ളത്. ബാക്കി പരമാവധി എല്ലാ ആളുകളെയും വിട്ടയച്ചിട്ടുണ്ട്. ഇതാ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനമാണ് ഈ കാണുന്നത്. നേരത്തെ സോണിയാഗാന്ധി പുറത്തു പോയിരുന്നു. സോണിയാഗാന്ധിക്ക് പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി കൂടി ഇപ്പോൾ പോയിരിക്കുന്നത്. പ്രിയങ്ക